സുഹൃത്തുക്കളെ എല്ലാവരും സുഖമെന്ന് കരുതട്ടെ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആരെങ്കിലും നമ്മെ അറിഞ്ഞുകൊണ്ട് പരിഹസിക്കുകയോ കളിയാക്കുകയോ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ലോലഹൃദയത്തിൻ്റെ ഉടമകൾ, പ്രത്യേകിച്ച് താങ്ങാൻ കഴിയാത്ത ബലഹീനരായിട്ടുള്ള ചില മനുഷ്യരുണ്ട്. അവരത് 1-2 ദിവസമല്ല, 2-3 മാസങ്ങൾ അത് കൊണ്ട് നടക്കും. മനസ്സിലതൊരു വല്ലാത്ത ഭാരവും നീറ്റലുമായി നടക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കളിയാക്കലുകളും ഇത്തരം അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും, ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നായിരിക്കും, ഏറ്റവും അടുത്ത അയൽവാസികളിൽ നിന്നായിരിക്കും. നാമുമായി ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അയൽവാസികളോടും നിന്നൊക്കെ ആയിരിക്കും ഈ പരിഹാസങ്ങളും അപമാനങ്ങളും ഒക്കെ കേൾക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. മനുഷ്യരിലൊരു 100-ൽ 10% മനുഷ്യർ അവരെന്തിനും ഏതിനും പരിഹാസ വിധേയമാക്കുന്നവർ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവർ, പലപ്പോഴും നമ്മെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും ഇത്തരം പരിഹാസങ്ങളും ഇത്തരം മനസ്സിനെ വേദനപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്നൊരു പൊട്ടിത്തെറി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മെ വൈകാരികമായി പ്രലോഭിപ്പിച്ചാൽ നാം പ്രലോഭനത്തിൽ വിധേയരാകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവിടെയാണ് നമ്മുടെ തോൽവി, അവിടെയാണ് നമ്മുടെ പരാജയം. അവിടെ സമചിത്ത ബോധത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി അത് കേട്ടില്ല എന്ന്, അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്, ഞാനത് ചൊറിഞ്ഞു നോക്കിയിട്ടും ഞാൻ അവരെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടും അയാൾ വലിയൊരു സീരിയസായി കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അത്തരം ആൾക്കാർ അത്തരം സമീപനങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുക സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ നാം മറ്റുള്ളവരുടെ പരിഹാസവും അപമാനവും ഒക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഭാരമായി കൊണ്ട് നടക്കാതെ അത് അവിടെ അങ്ങ് കളയുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അച്ഛൻ, അതുപോലെ ഭർത്താവിൻ്റെ അടുത്ത ബന്ധുക്കൾ, ഭാര്യയുടെ അടുത്ത ബന്ധുക്കൾ, നമ്മുടെ കോളേജിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ നമ്മളോടൊപ്പം താമസിക്കുന്ന മറ്റു തര അയൽവാസികളായിട്ടുള്ള ആൾക്കാർ, ഇവരിൽ നിന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് വളരെ ചെറിയ മനസ്സിൻ്റെ ഉടമകൾ, പെട്ടെന്ന് തളർന്നും പോകുന്നവർ, പലപ്പോഴും അവർ വിങ്ങിപ്പൊട്ടുന്ന ഒരവസ്ഥയിലേക്കാകാറുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ലോകചരിത്രത്തിൽ ഏതെല്ലാം മനുഷ്യർ ഉന്നതങ്ങളിലേക്ക് അവർ ഉയർന്നിട്ടുണ്ടോ, അവർ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നെഗറ്റീവ് കമൻസുകളും ധാരാളം കേട്ടുകൊണ്ടാണ് അവർ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോയത്, ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ പോംവഴി, പലപ്പോഴും നാം എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഒരു പുതിയ പ്ലാൻ നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടും അടുത്ത ബന്ധുക്കളോടും വളരെ പെട്ടെന്ന് പറയാൻ ശ്രമിക്കേണ്ട. പലപ്പോഴും അതൊന്ന് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ മേഖലകളിൽ നാം ഒന്ന് വിജയിച്ചിട്ട് അവരറിയുമ്പോഴാണ് നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കുകളും നമ്മുടെ യാഥാർത്ഥ്യ ബോധ്യങ്ങളുമൊക്കെ അവർക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ഇത്തരം അപഹാസങ്ങളിലും പരിഹാസങ്ങളിലും മനസ്സ് തകർന്നും പോകാതെ ആത്മവിശ്വാസത്തോടെ ആത്മവീര്യത്തോടെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.